ഇപ്പോൾ നമ്മളുള്ളത് അജ്മീറിലാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് അജ്മീർ ഖ്വാജൻ്റെ കവാടം. അപ്പോൾ ഞാൻ ഇറങ്ങിയ പോലെ തന്നെ നല്ല വിശപ്പ്. ഇപ്പോൾ നേരെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു, ബിരിയാണി കഴിച്ച്. അത്യാവശ്യം നല്ല ബിരിയാണി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഒരാൾക്ക് കഴിക്കുന്ന അധികമായിട്ടുള്ള ഫുഡുണ്ട്, നല്ല ബിരിയാണിയാണ്, എനിക്കിഷ്ടമായി. ഞാൻ കഴിച്ചു. ഞാൻ അവിടെ ഇറങ്ങിയ പാടെ ഇവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അവിടുത്തെ കുറച്ച് ഒരാൾ പറഞ്ഞു തന്നു കാര്യങ്ങൾ എന്താണ്. അപ്പോൾ കുറച്ച് സാധനം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഭക്ഷണം കഴിച്ച് അകത്തേറി. ഞാൻ എൻ്റെ ഷൂവും ബാഗൊക്കെ ഉണ്ടായിരുന്നു, അത് അവിടെ ഒരു ഷോപ്പിൽ ഞാൻ ഈ സാധനങ്ങൾ മേടിച്ച ഷോപ്പിൽ ഞാൻ അവിടെ വെച്ചു. ഇപ്പോൾ ഈ ലഞ്ച് ടൈം ആയതുകൊണ്ട് അടച്ചിട്ടിട്ടാണ് കവാടം. അപ്പോൾ അകത്ത് കയറാൻ ടൈം ഒരു 3 മണിക്ക് ശേഷം ഇവിടെ ഓപ്പൺ ആകും. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ചുറ്റിക്കറങ്ങി കാണാം. ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അകത്ത് വീഡിയോ എടുക്കാനായിട്ടില്ല, അനുവദനീയമല്ല. ഇപ്പോൾ പുറത്തുതന്നെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താണെന്നില്ല, അറിയില്ല. ഇവിടെ നമുക്ക് ഒരുപാട് എന്താ പറയുക അനാചാരം എന്ന് വിമർശിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ നോർത്ത് ഇന്ത്യൻസാണ്, അപ്പം അത്രയും നോളജ് ഇല്ലാത്ത അവർ പറഞ്ഞു കേട്ടിട്ടുള്ളതും അറിഞ്ഞു കേട്ടിട്ടുള്ളതും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കാര്യങ്ങൾ വേണം നമ്മളത് എന്താ പറയുക. ഇപ്പം നമ്മുടെ നാട്ടിൽ സൗത്തിലുള്ള ആൾക്കാരുടെ എല്ലാ കൾച്ചറും ഒന്നും ആവില്ല നോർത്തിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതിൽ വ്യത്യാസങ്ങളുണ്ടാവും, ആൾക്കാർ പറഞ്ഞ അറിവുകളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് അവിടെ വന്നിട്ട് ആൾക്കാർക്ക് കേട്ടറിവും കണ്ടറിവും. അപ്പം ഇതൊക്കെയാണ് അനാചാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിക്കപ്പെടുന്നത്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരുപാട് കറാമത്തുകളും ഒരുപാട് സൂഫിസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മഹാനായ ആൾ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു സ്ഥലമാണ്. അപ്പം അതിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഒരാൾക്കും ഇവിടെ ആൾക്കാർ വരണം, ഇവിടെ കാണാൻ പറ്റുന്ന, അതായത് ഇത് കാണുക, നമ്മൾ ഈ ആ സാധനങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ അതുപോലെ ചെയ്യണം. അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, നമ്മളെ കൊണ്ട് എന്തെങ്കിലും നന്മ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക. ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കണം അവിടേക്ക് വരേണ്ടത്. അല്ലാതെ നമ്മളിവിടെ വന്ന് വിമർശിക്കാനും ഇവിടെ കാണുന്ന തെറ്റ് ന്യായീകരിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും നമ്മളാരും ഒന്നുമില്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്നതും എല്ലാവർക്കും എന്തുണ്ട്, എല്ലാവരും ഇതിൻ്റേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായങ്ങളും എന്താ പറയുക, ഓരോരുത്തർക്ക് കാണുമ്പോൾ ഓരോന്ന് തോന്നും, ഇത് നല്ലതല്ല, ഇത് അനാചാരമാണ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അതിനെ വിമർശിക്കാൻ ഞാൻ പോകുന്നില്ല, അത് അവരുടെ വിശ്വാസം. അവരെന്തോ എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് ഓരോ വിശ്വാസം, അത് ഇപ്പം നമ്മൾ ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ വിശ്വാസം അവരെന്തായിക്കോട്ടെ, അങ്ങനെ ആയിട്ട് ഇതൊരു എല്ലാ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഖ്വാജ എന്ന് പറയുന്ന ആൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് അന്നത്തെ കാലത്ത് അന്നത്തെ കാലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. അപ്പം മുരീദന്മാർ അങ്ങനത്തെയൊക്കെ ഒരുപാട് ബാക്കിൽ ഇതിൻ്റെ ഒരുപാട് കഥകളുണ്ട്. അപ്പം അത് അവരുടെ വിശ്വാസമാണ്, അത് നമ്മൾക്ക് ജഡ്ജ് ചെയ്യാൻ നമ്മളാരുമല്ല, നമുക്കതറിയില്ല. നമ്മളൊരു ദിവസം പോയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ നമ്മളതിനെ ജഡ്ജ് ചെയ്യാൻ നമ്മളെന്താണ് അവിടെ ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോ അല്ല. അപ്പം ഇതൊക്കെ ഇത്രയും കാലം പഴക്കം ചെന്നിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രമുള്ളത്. ഡൽഹി സുൽത്താൻമാരുടെ, അതേപോലെ ഹൈദരാബാദ് രാജാവന്മാരുടെ സൂഫിസവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചരിത്രമുണ്ട്. അപ്പോൾ ചരിത്രം കേൾക്കാൻ എനിക്ക് ചരിത്രം പറഞ്ഞു തരാറില്ല. ഞാനിതിനെക്കുറിച്ച് ഞാൻ ഈ വ്ലോഗുകൾ കണ്ടിട്ടുള്ള അറിവാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ട കാഴ്ചകളും അപ്പോൾ അതിൽ വിമർശനങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ മനസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അകത്തുള്ള കാഴ്ച ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അകത്ത് അതുപോലെ ഇവിടെയൊക്കെ ഓരോരോ ചെറിയ ചെറിയ കവറുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഒരു വിശ്വാസം. അതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല, ഇവിടെ നോർത്തിൽ വ്യത്യാസമുണ്ട്. ഓരോരോ നാട്ടിൽ ഓരോരോ കൾച്ചർ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതൊന്നും നമ്മൾ എന്താക്കണമെന്നില്ല, ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ്. താല്പര്യമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ ഒന്ന് വരിക, ഇവിടെയൊക്കെ വന്നിട്ട് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ആരും ഒന്നും ഇപ്പോൾ നോർത്തിലാണ് ഒരുപാട് പിടിച്ചുപറിക്കാരും ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ഞാൻ അവിടെ ബാഗ് വെച്ചു, അതേപോലെ ഷൂ വെച്ചു, അതെല്ലാം സേഫായിരുന്നു. എനിക്ക് അകത്തിരുന്ന സമയത്ത് ഇതിലൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ സാധനങ്ങളൊക്കെ ലോസ് ആവും, അതിൽ ഒരുപാട് വില പിടിപ്പുള്ള ഡ്രസ്സുകളും ഒരുപാട് തിങ്സും എല്ലാം ഉണ്ട് അകത്ത് കയറ്റാൻ പറ്റാത്ത. അപ്പം പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് അകത്തേക്ക് നമുക്ക് ഒരു
വിധത്തിലും വലിയ ബാഗ്സ്, ട്രാവൽ ബാഗ്സ് ഒന്നും അലൗഡില്ല. അതേപോലെ ഷൂസ്, ചെരുപ്പ്, ഇതൊക്കെ നമ്മൾ പുറത്ത് എന്താ ഏൽപ്പിക്കണം. അപ്പോൾ ഞാൻ പുറത്തിറങ്ങണവരെ ഞാൻ എനിക്കെന്ത് പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ. ഇതിപ്പോൾ നമ്മളറിയാത്തൊരു സ്ഥലം, അവിടെയുള്ള ആൾക്കാർ എന്തെങ്കിലും നമ്മുടെ ബാഗെല്ലാം കൊണ്ടുപോകുമോ എന്നുള്ള ആലോചനയൊക്കെയായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ, എല്ലാം വളരെ ക്ലിയറായി. പിന്നെ അതിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഭക്ഷണം, അടിപൊളി ഭക്ഷണങ്ങളുണ്ട്. അതൊക്കെ പൈസ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും സാമ്പത്തികമായിട്ട് എന്താണെന്നുള്ള പൈസ ഒന്നും ഉണ്ടെങ്കിൽ പുറത്തത്തെ ഭക്ഷണങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നമുക്ക് ഷീക്കുകൾ, കബാബുകളും എല്ലാം വളരെ ചീപ്പാണ്. ഒരു ഷീക്കിനൊക്കെ എന്ന് പറഞ്ഞാൽ 10 റുപ്പീസ്, 12 റുപ്പീസ്, 20 റുപ്പീസ് അത്രയൊക്കെയുള്ളൊരു ചാർജ്. അപ്പോൾ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിലാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ ചെല്ലുക. എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇവിടുത്തെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. तेलंगाना एक्सप्रेस प्लेटफॉर्म क्रमांक 3 पर आ चुकी है।